ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ കണ്ടേരിയിൽ മുള്ളൻ പന്നിയുടെ ആക്രമണത്തിൽ +1 വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. കണ്ടേരി സ്വദേശി മുഹമ്മദ് ഷാദിലിന്റെ കയ്യിലാണ് മുള്ളുകൾ തുളച്ചു കയറിയത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുൺ, എന്താണ് സംഭവിച്ചത്? ഇത് വന്യജീവികൾ നാട്ടിലിറങ്ങി അക്രമം ഉണ്ടാക്കുന്ന ഒരു പ്രദേശമാണോ? വിജയകുമാർ, ഇതിനു മുമ്പ് അത്തരത്തിൽ വന്യജീവി ആക്രമണം അവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് പുലർച്ചെ 5:30ഓടെയാണ് ഈ മുള്ളംപന്നിയുടെ ആക്രമണം ഉണ്ടായത്. ഈ ഷാദിലും അതോടൊപ്പം തന്നെ പിതാവ് മുഹമ്മദും രാവിലെ ഈ പള്ളിയിലേക്ക് പോവുകയായിരുന്നു. ഇവർ ഒരു സ്കൂട്ടറിലാണ് യാത്ര ചെയ്തിരുന്നത്. അതിനിടെ മുണ്ടേരി മാണിക്കോത്ത് വയൽ റോഡിൽ വെച്ച് ഈ മുള്ളംപന്നി കുറുകെ ചാടി. അങ്ങനെ ഈ സ്കൂട്ടർ മറിയുകയും ചെയ്തു. മുള്ളംപന്നി നേരെ ഈ ഷാദിലിൻ്റെ ദേഹത്തേക്കാണ് വീണത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ ലഭിക്കുന്ന വിവരം. അങ്ങനെ ഇതിൻ്റെ 12 മുള്ളുകൾ ഈ ഷാദിലിൻ്റെ ദേഹത്തേക്ക് തുളച്ചു കയറി. അതിൽ കയ്യിലാണ് പ്രധാനമായും ഈ മുള്ളുകൾ തുളച്ചു കയറിയത്. അല്പം സാരമുള്ള പരിക്ക് ഈ ഷാദിലിനുണ്ട്. ആദ്യം കൂത്തുപറമ്പിലെ ഒരു ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുമ്പ് അവിടെ ഇത്തരത്തിൽ ഈ വന്യജീവികളുടെ ഒന്നും ആക്രമണം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സംഭവം ആ പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും പരിക്ക് സാരമുള്ളതാണ്. ഇപ്പോഴും തലശ്ശേരിയിലെ ആശുപത്രിയിലാണ് ഷാദിൽ ചികിത്സയിലുള്ളത്. കണ്ടേരി സ്വദേശി മുഹമ്മദ് ഷാദിലിന്റെ കയ്യിൽ മുള്ളുകൾ തുളച്ചു കയറി. കുറച്ച് സാരമുള്ള പരിക്കാണ്. തലശ്ശേരിയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.